പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BSc ഫിസിക്സിലെ 5ാമത്തെ സെമസ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് പേപ്പറാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇപ്പോൾ 4th സെമസ്റ്ററിൽ അനലോഗ് ഇലക്ട്രോണിക്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5th സെമസ്റ്ററിലെ പേപ്പർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇതൊരു PG ലെവൽ ടോപ്പിക്ക്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ശരിക്കും BSc ലെവലിൽ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. PG ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് കുറേ വരുന്നുണ്ട്. കുറച്ച് ടഫാണ് ടോപ്പിക്. അപ്പോൾ അതിൽ എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? അപ്പോൾ എന്താ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് അറിയണമെങ്കിൽ എന്താണ് ആദ്യം സിഗ്നൽ എന്താണെന്ന് അറിയണം. ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ എന്തിനാണ് സിഗ്നൽ എന്ന് പറയുന്നത്? ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സിഗ്നൽസ് എന്ന് പറയുന്നത് ദേ ആർ സം ക്വാണ്ടിറ്റീസ്, ടൈം വേരിയിങ് ക്വാണ്ടിറ്റീസ്, സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസാണ്. നോർമലി നമ്മൾ ഇലക്ട്രോണിക്സിൽ അത് വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ ആയിരിക്കും. ഒരു വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് സിഗ്നൽ. സിഗ്നൽ എന്ന് പറയുന്നത് വോൾട്ടേജ് ലെവൽസ് ആയിരിക്കും. സിഗ്നൽസ് ക്യാരി സം ഇൻഫർമേഷൻ, സം ഡാറ്റ. ഒരു സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനകത്തൊരു ഇൻഫർമേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡാറ്റ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് സം ഇൻഫർമേഷൻ. ഇറ്റ്സ് എ വോൾട്ടേജ് സിഗ്നൽ, മേ ബി വോൾട്ടേജ് ഓർ കറണ്ട് നോർമലി. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, നമ്മളൊരു ഓഡിയോ സിഗ്നൽ, നമ്മളെ മൈക്രോഫോണിൽ നിന്ന് മൈക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു വോയിസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ആ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വോയിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നലാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ്, സെവിക്കൻസ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ വോയിസാണ്, വോയിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നലാണത്. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് സം ഡാറ്റ, സം ഇൻഫർമേഷൻ. നമ്മുടെ വോയിസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ എന്തിനേയും നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്ത് സിഗ്നൽസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ മൈക്രോഫോണിൻ്റെ കേസിൽ. അപ്പോൾ സിഗ്നൽസ് നോർമലി രണ്ട് ടൈപ്പാണ്. ഒന്ന് അനലോഗ് സിഗ്നൽ എന്ന് വിളിക്കും, മറ്റേതിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് വിളിക്കും. അപ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ അനലോഗ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്? അനലോഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഹാവിങ് കണ്ടിന്യൂസ് വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ ടൈമും ക്വാണ്ടിറ്റി നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ആക്സിന് കറസ്പോണ്ടിങ് ടൈം ആക്സിൽ ടൈം, എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ടൈമിനനുസരിച്ച് ആ ക്വാണ്ടിറ്റിയുടെ വേരിയേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഡിജിറ്റൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ നോർമലായിട്ട് പറയുന്നത് ടൈമിനനുസരിച്ച് ആ ക്വാണ്ടിറ്റിയുടെ വേരിയേഷൻ ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു അനലോഗ് ക്വാണ്ടിറ്റിയാണ്, അനലോഗ് പ്ലോട്ടാണ്, അനലോഗ് ക്വാണ്ടിറ്റിയുടെ പ്ലോട്ടാണ്. ഒരു ഡിജിറ്റൽ പ്ലോട്ടാണ്. ഇതിൽ കണ്ടിന്യൂസ് വേരിയേഷനാണ് ടൈമിനനുസരിച്ച്. ഇതിൽ ഡിജിറ്റലിൽ നോക്കുക, ഇതില്ല കേട്ടോ, ഈ ഭാഗങ്ങളില്ല, ഇതില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ വെർട്ടിക്കലായിട്ടുള്ളതില്ല. മാക്സിമം വാല്യൂ അതുപോലെ മിനിമം വാല്യൂസ്, ഈ മാക്സിമം ഈ മിനിമം. ബാക്കി ലൈൻസ് കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. ശരിക്കും ഇത് കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. ഇവിടെ ഈ മാക്സിമം വാല്യൂ, അത് മിനിമം വാല്യൂ. സോ അത് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്, കണ്ടിന്യൂസ് വാല്യൂസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഡിജിറ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. അപ്പോൾ അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ആ ക്വാണ്ടിറ്റി വോൾട്ടേജ് ആണെന്ന് നമുക്കെടുക്കാം. ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത് ആ വോൾട്ടേജിനും ടൈമും തമ്മിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വോൾട്ടേജ് വേഴ്സസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കർവ് ആയിരിക്കും, കണ്ടിന്യൂസ് ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ വേരിയേഷൻ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഒരു സൈനസോയ്ഡൽ സിഗ്നൽ ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ്, അനലോഗ് സിഗ്നലാണ്. അപ്പോൾ അതിന് മാക്സിമം വാല്യൂസും ഉണ്ടാകും. ഇവിടെ മാക്സിമം വാല്യൂസ് ഉണ്ട്, മിനിമം വാല്യൂസ് വരാം. ആ മാക്സിമം മിനിമം വാല്യൂസിൻ്റെ ഇടയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് പോസിബിളാണ്. മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെ ഇടയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് പോസിബിളാണ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ വേണമെങ്കിലും വാല്യൂസ് വരാം. ഇവിടുത്തെ മാക്സിമം ഇതാണ്. ഇതിനിടയിൽ കണ്ടിന്യൂസ് ആണ് വാല്യൂസ്, എത്ര വാല്യൂസ് വേണമെങ്കിലും വരാം.
ഇതിപ്പം ഇതൊരു 6 ആണെന്ന് വിചാരിക്കുക. 6 കഴിഞ്ഞാൽ 6.0001, 6.00 അങ്ങനെ എത്ര വേണമെങ്കിലും വരാം. അടുത്ത മീൻസ് താഴേക്ക് പോവാണ്, സോറി. ഇതിപ്പോൾ നിങ്ങളൊരു മാക്സിമം 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് താഴെ 5.99999 സംതിങ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം 0 വരുന്നത് വരെ തിരിച്ചിങ്ങോട്ടും. അപ്പോൾ ഈ ഒരു മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെ ഇടയിൽ എത്ര വാല്യൂസ്, ഇൻഫൈനൈറ്റ് വാല്യൂസ് പോസിബിൾ ആണ് അനലോഗ് സിഗ്നലിന്. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ പറഞ്ഞു, അനലോഗ് സിഗ്നലാണ് മൈക്രോഫോൺ. നമ്മുടെ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ട് ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ വോയിസ് അനലോഗ് സിഗ്നലാണ്. നമ്മൾ പഴയ വീഡിയോ കാസറ്റ് റെക്കോർഡർ, കാസറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ്, അതൊക്കെ അനലോഗാണ്. നമ്മളെ അനലോഗ് ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്, കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, ലീനിയർ ഐസീസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട്സ് നോർമലി ലീനിയർ ഐസീസ് എന്നൊക്കെ അനലോഗ് സിഗ്നൽസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഉണ്ടാക്കാം, ലീനിയർ ഐസീസിന് ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടാക്കാം. പക്ഷെ അതല്ല, അനലോഗ് ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്ന് നോർമലി നമ്മൾ യൂഷ്വലി അനലോഗ് സിഗ്നൽസ്, കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റേഴ്സ് ഒക്കെ, ലീനിയർ ഐസീസ് ഒക്കെ നോർമലി അനലോഗ് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. സോ നമ്മുടെ അനലോഗ് വാച്ച്, പഴയ ഓഡിയോ ടേപ്പ്, പഴയ കാസറ്റ്, ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റൊക്കെ അനലോഗ് സിഗ്നൽസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഒരു മാക്സിമം വാല്യൂ, ഒരു മിനിമം വാല്യൂ, അതിൻ്റെ ഇടയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് പോസിബിൾ അല്ല, ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. നമ്മൾ ബൈനറി ഡിജിറ്റ്സ് വെച്ചിട്ട്, ബിറ്റ്സ് വെച്ചിട്ട് 0യും 1 മാത്രം, 1 0, അതിൻ്റെ ഇടയിൽ വേറെ വാല്യൂസ് ഇല്ല, ഐദർ 1 ഓർ 0. നമ്മൾ വോൾട്ടേജ് ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഐദർ 5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട്, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് പറഞ്ഞ വോൾട്ടേജിൻ്റെ, ഐദർ 5 വോൾട്ട് ഓർ 0 വോൾട്ട്. അനലോഗിൽ അങ്ങനെ ഇല്ല. അനലോഗിൽ 5 വോൾട്ടിൻ്റെയും 0 വോൾട്ടിൻ്റെ ഇടയിൽ എത്ര വാല്യൂസ് വേണം, 5ഉം 0 നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 5ൻ്റെയും 0ൻ്റെ ഇടയിൽ എത്ര വാല്യൂസ് വേണമെങ്കിലും പോസിബിളാണ്. അതുപോലെ 5ലും 0സിലും റെസ്ട്രിക്റ്റഡ് അല്ല. 5 എന്ന് പറയുമ്പോൾ താഴെ -5 അങ്ങോട്ട് പോകാം, അതിൻ്റെ ഇടയിൽ എത്ര വാല്യൂസ് വേണമെങ്കിലും പിന്നെയും വരാം. 5ൽ തന്നെ നിൽക്കണമെന്നില്ല, അതിൽ കൂടാൻ കുറയാം. ഡിജിറ്റൽ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് സെറ്റാണ് 5ഉം 0യും പറഞ്ഞത്. അപ്പോൾ നമ്മൾ 5 വോൾട്ടിനെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 0 വോൾട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒരു മാക്സിമം വാല്യൂ, ഒരു മിനിമം വാല്യൂ, അതിൻ്റെ ഇടയിൽ വേറെ വാല്യൂസ് പോസിബിൾ അല്ല ഡിജിറ്റലിൽ. ഈ 2 വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. അനലോഗിൽ കണ്ടിന്യൂസ് ആയിട്ട് എത്ര വാല്യൂസ്, ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം, മാക്സിമം മിനിമം ഉണ്ടാകാം, അതിനകത്ത് എത്ര വാല്യൂസ് വേണമെങ്കിലും പോസിബിൾ അല്ല. ഡിജിറ്റലിൽ അത് പോസിബിൾ അല്ല. സോ അറ്റ് എനി ഗിവൺ ടൈം ഇറ്റ് ക്യാൻ ഓൺലി ടേക്ക് ഓൺ വൺ ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഇവിടെ ഞാൻ 1ഉം 0യും പറഞ്ഞു. ഈ കേസിൽ നമുക്ക് നോക്കുമ്പോൾ 1 0 ആയിരിക്കില്ല, അതിനിടയിൽ കുറേ വാല്യൂസ് ഉണ്ട്. മീൻസ് എങ്കിലും ഫൈനൈറ്റ് ആണ്, മിനിമം നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഇതിനെ നമ്മൾ ഇതിപ്പം 6 വോൾട്ട് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ 5 വോൾട്ട് ആയിരിക്കാം, ഇത് 4 വോൾട്ട് ആയിരിക്കും, ഇത് 3 വോൾട്ട്, അങ്ങനെ വരാം. എനിവേ നമ്മൾ കൂടുതൽ അതിനെ കൺവേർട്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു മിനിമം വാല്യൂ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ, വോൾട്ടേജ് ലെവൽസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മാക്സിമത്തിന് നമ്മൾ 1 എന്ന്, മിനിമത്തിന് 0 എന്ന് വിളിക്കാം. ആ 2 വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മോഡേൺ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് ഒക്കെ ഡിജിറ്റൽ സിഗ്നൽസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഡിവൈസാണ് നമ്മുടെ ഇമെയിൽ എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ വേവ് ഡിജിറ്റൽ വേവ് ആണ്, സൈൻ വേവ് അനലോഗ് വേവ് ആണ്. ഡിജിറ്റൽ വാച്ചസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ കാൽക്കുലേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നതൊക്കെ ഡിജിറ്റലാണ്. മൾട്ടിമീറ്റർ ഡിജിറ്റലാണ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അനലോഗ് മൾട്ടിമീറ്റർ ഉണ്ട്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും നിങ്ങൾ ലാബോറട്ടറിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഗ്നൽസ്, എന്താണ് ഡിജിറ്റൽ ഡിവൈസസ്, അതുപോലെ എന്താണ് അനലോഗ് സിഗ്നൽ, എന്താണ് അനലോഗ് ഡിവൈസസ്. അപ്പോൾ അനലോഗ് കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന, അനലോഗ് സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന, പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ടറി, അതിൻ്റെ ഇലക്ട്രോണിക്സിനാണ് നമ്മൾ നോർമലി അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്ത് അനലോഗ് കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അനലോഗ് സിഗ്നൽസിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. അതിനകത്ത് അത് പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതൊക്കെ അനലോഗ് സിഗ്നൽസിനെ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു RC സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു LC സർക്യൂട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഒരു നോർമൽ സർക്യൂട്ട്, ഒരു ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റർ അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നിങ്ങൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നത്.
ഇപ്പോൾ ഒരു മൈക്രോഫോണും നോർമൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അനലോഗ് ഇലക്ട്രോണിക്സ് ആണ് അത് വരിക. അതിനകത്ത് വേറെ ഡിജിറ്റലായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നോർമൽ മൈക്രോഫോൺ, അതിൻ്റെ കൂടെയുള്ളൊരു നോർമലായിട്ടുള്ള ആംപ്ലിഫയർ, നിങ്ങൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സാധാ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഒക്കെ നിങ്ങൾ ആലോചിച്ചു. അതൊക്കെ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കാം നമുക്ക്. എന്താ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നോർമലി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ് വരിക. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് ഡിജിറ്റൽ സിഗ്നൽസിനെ ഡിസ്ക്രീറ്റ് സിഗ്നൽസിൻ്റെ മുകളിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഡിജിറ്റൽ സിഗ്നൽസ് തന്നെ പിന്നെയും പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ സാധാരണയായിട്ട് അനലോഗ് കമ്പോണൻസ് യൂസ് ചെയ്യപ്പെടാം, പക്ഷേ കൂടുതലായിട്ട് വരിക ട്രാൻസിസ്റ്റർ അനലോഗായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പോണൻ്റാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റ്. ലോജിക് ഗേറ്റ് ഡിജിറ്റലാണ് നോർമലി. മൈക്രോ കൺട്രോളേഴ്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്, മറ്റ് ഡിജിറ്റൽ ഐസീസ്, ലോജിക് ഗേറ്റിൻ്റെ ഒക്കെ ഐസീസ് ഒക്കെ ഡിജിറ്റൽ ഐസീസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഐസീസ് രണ്ടും ഉണ്ട്, അനലോഗും ഉണ്ട് ഡിജിറ്റലും ഉണ്ട്. ഇപ്പോൾ ലീനിയർ ഐ സി ആയിട്ടുള്ള ഓപ്പാമ്പ് ഒരു അനലോഗ് ഐ സി ആണ്, പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഉണ്ടാക്കാം. അത് നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഓപ്പാമ്പിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിജിറ്റൽ ആവുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഓപ്പാമ്പിൻ്റെ കേസിൽ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒക്കെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ് വരിക. അങ്ങനെയുള്ള സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അനലോഗ് ഇലക്ട്രോണിക്സിന് അതിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനും അതിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മുടെ നോർമൽ ഓഡിയോയും വീഡിയോ ഒക്കെ അനലോഗാണ്. അപ്പോൾ ഹ്യൂമൻ വോയിസ്, നമ്മുടെ വോയിസ്, നമ്മളെ വീഡിയോസൊക്കെ നോർമലി അനലോഗാണ്. അതിനെ പ്രോസസ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും നല്ലത് അനലോഗ് തന്നെയാണ്, അനലോഗ് സിഗ്നൽസ് തന്നെയാണ്. കമ്പ്യൂട്ടേഴ്സിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ ഡിജിറ്റൽ സിഗ്നൽസാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും അനലോഗ്. അപ്പോൾ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറ്റാൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് വേണം, തിരിച്ച് ഡിജിറ്റൽ ടു കമ്പ്യൂട്ടേഴ്സിലും മൊബൈലിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് വേണം. അതുപോലെ തിരിച്ച് നമ്മളിലേക്ക് വരണമെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യണം, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് വേണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾ ഒക്കെ മനസ്സിലാക്കുക എന്താണ് ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്. അല്ല ജസ്റ്റ് ഡിജിറ്റലിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് മാത്രം പറഞ്ഞു. നമ്മുടെ ഓഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ വീഡിയോ സിഗ്നൽസ് ആയാലും അനലോഗാണ് ട്രാൻസ്മിഷനൊക്കെ നല്ലത് പറഞ്ഞു. പക്ഷേ നോയ്സ് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനലോഗ്. കാരണം അനലോഗിന് ഈ ഇത്രയും വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ എത്ര വാല്യൂസ് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോയ്സ് എഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അനലോഗിൻ്റെ മുകളിൽ. ഡിജിറ്റൽ സിഗ്നൽസിനെ നോയ്സ് വളരെ കുറച്ച് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. ഡാറ്റയുടെ പ്രോസസ്സിങ്ങും ട്രാൻസ്മിഷനും വളരെ എളുപ്പമുള്ളത് ഡിജിറ്റലിലാണ് കമ്പയർഡ് ടു അനലോഗ്. അതുപോലെ നിങ്ങൾ പഴയ VCR ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ കാസറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. വീഡിയോ കാസറ്റിലൊക്കെ ഒരു ഫിലിമൊക്കെയാണ് ഇത്രയും വലിയ വീഡിയോ കാസറ്റിൽ, അല്ലെങ്കിൽ ഓഡിയോ കാസറ്റിൽ ചുരുങ്ങിയപ്പോൾ ഒരു ഫിലിമിലെ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കണ്ടവർക്ക് ഓർമ്മയുണ്ട്, അതിനകത്ത് ഒരു 5-10 പാട്ടുകളൊക്കെയാണ് അതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ വലിപ്പമുള്ള ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു CD ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, 1000കണക്കിന് 10000കണക്കിന് സോങ്സ് നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ മിനിമം സ്പേസ് മാത്രം മതി നമുക്ക്, അല്ലെങ്കിൽ സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് ഡിജിറ്റലിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് പിന്നെ നമുക്ക് ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റയൊക്കെ ചെറിയൊരു നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ഡ്രൈവിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഡിജിറ്റലായിട്ട്, 0s 1s ആയിട്ട്. DVD ഒക്കെ ഡിജിറ്റലാണ്, ഡിജിറ്റൽ ഡിവൈസാണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് യൂട്ടിലൈസ് ചെയ്യുന്ന ഡിവൈസാണ്. അപ്പോൾ മിനിമം സ്റ്റോറേജ് മാത്രമേ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുപോലെ എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് ഡിജിറ്റലിൽ. വന്നാൽ തന്നെ എറർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടുതലാണ് കമ്പയർഡ് ടു അനലോഗ് സിസ്റ്റംസ്. അതുപോലെ എൻക്രിപ്റ്റ് ചെയ്യാൻ നമുക്ക് ഡാറ്റ അനലോഗിൽ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടെ,
ഡിജിറ്റൽ എൻക്രിപ്റ്റ് ചെയ്യുക, ഡാറ്റ എൻക്രിപ്ഷൻ ഒക്കെ നിങ്ങൾ നന്നായിട്ട് അറിയായിരിക്കും. അതുപോലെ ഡിജിറ്റൽ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസ് വളരെ കൂടുതലാണ്. ഡിജിറ്റൽ സിഗ്നൽസിനെ അല്ലെങ്കിൽ സിസ്റ്റങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡിജിറ്റൽ സിഗ്നൽസിനെ എഡിറ്റ് ചെയ്യാൻ, കൺവേർട്ട് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെയുള്ള ടൂൾസ്, മിക്സ് ചെയ്യാനൊക്കെയുള്ള ടൂൾസ് വളരെ കൂടുതലാണ്. അനലോഗിലത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഡിജിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. ഡിജിറ്റലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിജിറ്റലിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ സ്പീഡ് കുറവാണ്, ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ് ഓഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ക്വാളിറ്റി, ഇപ്പോൾ ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷനൊക്കെ ക്വാളിറ്റി ഒക്കെ ഏറ്റവും നല്ലത് അനലോഗാണ് ഡിജിറ്റലിനേക്കാളും. അതുപോലെ റിയൽ ടൈം റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അനലോഗിലാണ് നടക്കുക, ഡിജിറ്റലിൽ റിയൽ ടൈമിൽ നടക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. എന്താണ് സിഗ്നൽസ്, എത്ര ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താ ഡിജിറ്റൽ സിഗ്നൽസ്, എന്താ അനലോഗ് സിഗ്നൽസ്, അതിന് ഉള്ള എക്സാമ്പിൾസ്, എന്താണ് അനലോഗ് ഇലക്ട്രോണിക്സ്, അതുപോലെ എന്താ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ കൂടുതൽ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് അനലോഗിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് മനസ്സിലാവും, അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ ഡിജിറ്റലിൻ്റെ കുറേ അഡ്വാൻറ്റേജസ്, ഡിജിറ്റലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി പറയുന്ന മുഴുവൻ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡിജിറ്റൽ സിഗ്നൽസ് മാത്രമേ ഇത് പ്രോസസ്സ് ചെയ്യുള്ളൂ. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിജിറ്റലിന് കമ്പയർഡ് ടു അനലോഗ് സിസ്റ്റംസ്, അനലോഗ് സിഗ്നൽസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക.